ഹായ് ഡോക്ടർ, എൻ്റെ പേര് അമിത. ഞാനൊരു IT പ്രൊഫഷണലാണ്. US ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് കാരണം ഉറക്കമൊന്നും പ്രോപ്പറല്ല. ഇതെൻ്റെ ഹോർമോണൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും? ഇതുമൂലം ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനുള്ള പ്രതിവിധികൾ എന്താണ്? ഹായ് അമിത, ഞാൻ ഡോക്ടർ അഡമ്മ. അമിതയുടെ കൺസേൺ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഇത് IT പ്രൊഫഷനിലുള്ള നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നവർക്ക് മാത്രമല്ല, ഏത് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ പ്രൊഫഷനോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി വർക്കേഴ്സ്, അത് ആർക്കും വരാവുന്ന പ്രോബ്ലമാണ്. നൈറ്റ് ശരിക്കും പ്രകൃതി നമ്മളോട് വർക്ക് ചെയ്യാൻ പറയുന്നില്ല. കാരണം രാത്രി ശരിക്കും ലൈറ്റ് ഇല്ല. ഉദയം തൊട്ട് അസ്തമയം വരെ മാത്രമേ നമ്മൾ മനുഷ്യർ ജോലി ചെയ്യാൻ പ്രകൃതി ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ രാത്രി ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ഒരു റിതം പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ നാച്ചുറലി ഈ റിതം അപ്സെറ്റ് ആകുമ്പോൾ നമ്മൾ ഇറിറ്റബിൾ ആകാം, ആങ്കർ കൂടാം, അതുപോലെ നമ്മളുടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ നമുക്ക് കുറയാം. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാൾ സ്ലീപ്പ് ഇല്ലാതെ ഡിപ്രൈവ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈവൻ ഒരു സൂയിസൈഡൽ ടെൻഡൻസി വരെയൊക്കെ വരാവുന്നത് പോലെ ബുദ്ധിമുട്ടുകൾ വരാം. ഹാർട്ടിൻ്റെ റേറ്റ് അല്ലെങ്കിൽ IHG അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉറക്കക്കുറവ് കൊണ്ട് വേഗത്തിൽ സംഭവിക്കാൻ സാധിക്കും. അതുപോലെ നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ ആണെങ്കിലും നമുക്ക് ശരിക്കും ഈ ഋതത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും ഇത് അപ്സെറ്റ് ആകുമ്പോൾ ഈ ബ്ലോട്ടിങ്, അസിഡിറ്റി, അൾസേഴ്സ്, കോൺസ്റ്റിപ്പേഷൻ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അങ്ങനെ ഇൻറ്റസ്റ്റൈനെയും ഇത് കാര്യമായിട്ട് ബാധിക്കാം. അതുപോലെ മറ്റുള്ള ഹോർമോൺസ്, തൈറോയിഡിൻ്റെ ഫങ്ഷൻ ഒക്കെ അഫക്റ്റഡ് ആകാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രൽ ഫങ്ഷൻസ് അഫക്റ്റഡ് ആവാം. അത് ഇറഗുലാരിറ്റീസ് വരാം, PCODs വരാം. കാരണം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അഫക്റ്റഡ് ആവും. അത് ഓരോ വ്യക്തിക്കും ഈ ഓൾട്രേഷൻ കൊണ്ടുവരുന്ന വ്യത്യാസങ്ങൾ വ്യക്തിഗതമായിരിക്കാം. ഓരോ വ്യക്തിക്കും അറിയാൻ പറ്റും ഈ ഉറക്കം ഡിപ്രൈവ്ഡ് ആകുമ്പോൾ അവരെ എങ്ങനെ അഫക്റ്റഡ് ആവുന്നു. ചിലർക്ക് ഭയങ്കര ബ്ലോട്ടിങ് ആയിരിക്കും, ചിലർക്ക് ആങ്കർ ആയിരിക്കും. അതുകൊണ്ട് ഏത് വ്യക്തികളെ എങ്ങനെ അഫക്റ്റഡ് ആകുന്നതെന്നനുസരിച്ച് നമുക്ക് നമ്മളുടെ ജോലികളെ ക്രമീകരിക്കാൻ പറ്റും. നെഗറ്റീവ് ഇഫക്ട്സിനെ കുറയ്ക്കാമെന്നൊന്ന് ചോദിച്ചാൽ, നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാതെ ലൈറ്റായിട്ടൊരു ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കണം. ഉറങ്ങാൻ എന്ന് പറയുമ്പോൾ ഈ ലൈറ്റ് നമുക്ക് കഴിയുന്നത്രയും നല്ല ഷട്ട് ഡൗൺ ചെയ്ത് ഒരു ഇരുട്ട് മുറിയിൽ AC ഒക്കെ ഇട്ട് കിടക്കാൻ അങ്ങനത്തെ സാഹചര്യങ്ങൾ പറ്റുവാണെങ്കിൽ കിടക്കുക. കണ്ണിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ വെക്കാം, ഇയർ പ്ലഗ്സ് വെക്കാം. അതേപോലെ മറ്റുള്ളവരുടെ സമയത്ത് നമ്മൾ ഉണരണം എന്നുള്ള ഒരു മാനസികമായിട്ട് പ്രിപ്പയർഡ് ആകാതെ നമ്മളുടെ ഉറക്കം തീരുമ്പോൾ നമ്മൾ ഉണരുക. അതിനുശേഷം ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ച് ആക്റ്റീവായി തുടങ്ങി കുളിച്ച് നമ്മൾ പിന്നെ ജോലിക്ക് പോകുന്നതിനകത്തോട്ട് അങ്ങനെ ക്രമീകരിക്കാം. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ശരിക്കും പറഞ്ഞാൽ റിപ്പയർ പ്രോസസ്സ് നടക്കുന്ന രാത്രിയിലാണ്. അതുകൊണ്ട് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം അഥവാ നമുക്കപ്പോൾ ഭക്ഷണം വിശക്കുന്നെങ്കിൽ വെള്ളമോ ലിക്വിഡ്സ് അങ്ങനെയൊക്കെ കുടിക്കുക. ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഈ ജീവിതചര്യയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതുകൊണ്ട് ഇതിൻ്റെ കുറേ ഇഫക്റ്റുകൾ കുറയ്ക്കാൻ സാധിക്കും.